ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സഹോദരൻ അയ്യപ്പനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തെക്കുറിച്ചുമാണ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് കടന്നില്ല. ഇതാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ച ഗൃഹം. ഇതിൻ്റെ മുറികളും മറ്റുള്ള കാര്യങ്ങളും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹത്തിൻ്റെ മുൻഭാഗ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അകം ഒന്ന് കയറി കണ്ടു കളഞ്ഞാലോ? ലൈറ്റ് ഉണ്ടോ? ഇതാണ് സഹോദരൻ അയ്യപ്പൻ. ഇതെന്താന്ന് നോക്കണല്ലോ. അത് അപ്പുറത്ത് ഇതൊരു മുറിയാണല്ലോ. ഇത് കിച്ചണാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണ്ട് കിച്ചണാണെന്ന് തോന്നുന്നുണ്ട്. പ്രസിദ്ധമായ മിശ്രഭോജനത്തിൻ്റെ ചിത്രമാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സഹോദരൻ അയ്യപ്പനിലെ ഒരു അംഗത്തോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേര് പ്രദീപ്. ഇവിടെ തന്നെയുള്ളതാണ് വീട്. ലൈബ്രറിയനാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. 1889 ആഗസ്റ്റ് 22 അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ കാണുന്ന ഭവനത്തിൽ അറ്റത്ത് കാണുന്ന മുറി, ചാർത്തുമുറി എന്നാണ് അങ്ങനെ പറയുന്നത്. ആ മുറി, അറ്റത്ത് കാണുന്ന റൂം, ആ നീണ്ട റൂം, ആ മുറിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ. 9 മക്കളായിരുന്നു. മൂത്ത മകൻ നൈഷ്ഠിക ബ്രഹ്മചാരി. അദ്ദേഹം ആയുർവേദ വിശ്വകർണൊക്കെ ആയിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന മഠമാണ് തൊട്ടപ്പുറത്താ കാണുന്നത്. ശ്രീനാരായണ ഗുരു അടക്കമുള്ള ചട്ടമ്പി സ്വാമികൾ അടക്കമുള്ള എല്ലാവരും വന്ന് ശ്രമിച്ചിരുന്ന ഒരു മഠം. ഏതാണ്ട് 85 സെന്റോളം വരുന്ന ഈ വളപ്പ് 1985 സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സർക്കാർ ഏറ്റെടുത്തത്. ഈ കാണുന്നത് 85 സെന്റ് സ്ഥലമാണ്. ഇതിനകത്ത് കാണുന്ന വിശാലമായ ഈ മരം, ഇത് 170 വർഷം പഴക്കമുള്ള മരമാണ്. കടുക്ക സ്ഥലത്തില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഔഷധച്ചെടികൾ, മണിമരുത്, അങ്ങനെയുള്ള ധാരാളം മരങ്ങളും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഈ മിശ്രഭോജനം, ആ ചിത്രത്തിനെ കുറിച്ച്. മിശ്രഭോജനം നടന്നത് ഇവിടെയല്ല, 2 കിലോമീറ്റർ മാറി തുണ്ടിടപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തുണ്ടിടപ്പറമ്പ് ജനതാ ബസ് സ്റ്റോപ്പിന്റെ പടിഞ്ഞാറ് വശമാണ് സഹോദരൻ അയ്യപ്പൻ ഏതാനും പുലയ സഹോദരങ്ങളും ഒന്നിച്ച് മിശ്രഭോജനം നടത്തിയത്. അന്നുണ്ടായിരുന്നത് ഈ കടലയും ചക്കക്കുരുവുമാണെന്നാണ് പറയുന്നത്. അന്ന് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അതിന്റെ ശില്പമതിലാണ് ഈ കാണുന്നത്. 1968 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് തോട്ടുമുഖം എന്ന് പറയുന്ന, അതായത് ആലുവയിൽ നിന്ന് 2 കിലോമീറ്റർ പെരുമ്പാവൂർ റൂട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള 36 ഏക്കർ വരുന്ന ഒരു വിശാലമായ കുന്ന്, അതിൻ്റെ പേര് വാൽമീകി കുന്ന് എന്നാണ്. അവിടെയാണ് സഹോദരൻ അയ്യപ്പനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ചാണ് പുള്ളി മരണപ്പെട്ടത്? ഇല്ല, മരണപ്പെട്ടത് എറണാകുളത്ത് വെച്ചാണ്. എറണാകുളത്ത് ഇതുപോലൊരു സഹോദര ഭവനം വീടുണ്ട്. അവിടെ വെച്ച് മരിച്ചിട്ട് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത് ഈ തോട്ടുമുഖത്താണ്. അപ്പോൾ അതെ അല്ലേ. ഇവിടെ നമ്മൾ നടത്തുന്നത് 3 പ്രോഗ്രാമാണ്. ജന്മദിനം, അത് ആഗസ്റ്റ് 22 ജന്മദിനം, മാർച്ച് 6 ചരമദിനം, പിന്നെ ഇടവം 16, മെയ് 30 മിശ്രഭോജന ദിനം. അന്ന് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ 3 പ്രോഗ്രാമാണ് സഹോദര സ്മാരക കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റു പല സാംസ്കാരിക പരിപാടികളൊക്കെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടക്കാറുണ്ട്.
അപ്പോൾ സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ പുതിയൊരു അറിവാണ്. ഇവിടുത്തെ പ്രാദേശികപരമായിട്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അത് വെളിപ്പെടുത്തി തന്ന താങ്കൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഓക്കെ. മുൻപ് 1917 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന മിശ്രഭോജനം 100 വർഷം കഴിഞ്ഞതിന് ശേഷം അത് സർക്കാർ മിശ്രഭോജന ശതാബ്ദി സ്മൃതി ഫലകമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിലെ കോമ്പൗണ്ടിൽ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. കൊതിക്കല്ല്, അതായത് കൊച്ചി തിരുവിതാംകൂർ രണ്ടിനെ തിരിക്കുന്നതാണ് ഈ കൊതിക്കല്ല്. കേരള പിറവി 1956 മുൻപ് വ്യത്യസ്ത നിയമവ്യവസ്ഥകൾ നിലനിന്നിരുന്ന കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി അടയാളപ്പെടുത്തിയ രാജഭരണകാലത്ത് സ്ഥാപിച്ച ചരിത്രശില.